എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫസ്റ്റ് കാറ്റഗറി ആൻഡ് സെക്കൻഡ് കാറ്റഗറി കഴിഞ്ഞു എന്ന് അറിഞ്ഞു. എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ പരീക്ഷ നമ്മൾ പാസ്സാവും. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നാളെ പരീക്ഷയായി. അതുപോലെ തന്നെ സെറ്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് K3 ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും അതുപോലെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് തൊട്ടുള്ള വീഡിയോസ് വരുന്നത്. അതുപോലെ സെറ്റിനുള്ള ജനറൽ പേപ്പറും എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നാളെ നിങ്ങൾക്ക് പരീക്ഷയാണെന്നറിയാം. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് പരീക്ഷയുടെ ഒരു പാറ്റേൺ എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരൊറ്റ ഉപദേശം തരാം. ഇത് ആര് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് 150 മാർക്കിനാണ് പരീക്ഷയുള്ളത് K3 വരുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൈക്കോളജിയിൽ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ മലയാളത്തിലും നമുക്ക് മാക്സിമം മാർക്ക് അടിച്ചെടുക്കണം. എന്നാൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ 90 മാർക്കിൽ ഒരു 60 മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് K3 പാസ്സാവും. കാരണം സബ്ജക്റ്റിനാണ് ഇവിടെ നോളജ് കൂടുതലും അതുപോലെ മാർക്ക് കൂടുതലും ഉള്ളത്. എങ്ങനെയെങ്കിലും 60-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 55-ന് മുകളിൽ നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് എഴുതുന്നവരായാലും സയൻസ് എഴുതുന്നവരായാലും ഏത് സോഷ്യൽ എഴുതുന്നവരായാലും എല്ലാവരും ഒരു 55 തൊട്ട് 60-ന് മുകളിൽ നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നാളെ K3ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാസ് മാർക്ക് വാങ്ങാൻ നോക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ 90 മാർക്ക് കിട്ടാൻ പകുതി മുക്കാലുമുള്ള ഒരു പ്രശ്നം കഴിഞ്ഞു. ബാക്കി 30 മാർക്കേ വേണ്ടൂ. നിങ്ങൾ പിന്നീട് വരുന്ന സൈക്കോളജി 30 ചോദ്യമുണ്ട്. 15 ശരിയാക്കിയാലും മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ 30 ചോദ്യമുണ്ട്. അതിലൊരു 15 മാർക്ക് രണ്ടെണ്ണത്തിലും 15 കിട്ടിയാലും നിങ്ങൾ 90 മാർക്കിന് ഈസി ആയിട്ട് പാസ്സാവും. അപ്പൊ സബ്ജക്റ്റിന്റെ പരീക്ഷയിലെ മാക്സിമം മാർക്ക് വാങ്ങുക. പെഡഗോഗി ഒക്കെ വരും, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്നതാണ്. 60 മാർക്കിന് മുകളിൽ നിങ്ങൾ നേടണം. അപ്പോൾ എന്തായാലും ഇനി അധികം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. നമുക്ക് മുന്നിലേക്ക് പോവാം. അതായത് ലിറ്ററേച്ചറിന്റെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിവതും റെഫറൻസ് തരാൻ നോക്കാം. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് നിങ്ങളുടെ കമന്റിൽ കൂടെ അറിയുന്നുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ അയച്ചു കൊടുക്കുക. അതുപോലെ ഇനി സെറ്റിന്റെ ഒക്കെ പരീക്ഷ വരുന്നുണ്ട്. അതിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പറ്റുകയാണെങ്കിൽ, ഇഷ്ടം തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. Who is often referred to as the Bard of Avon and is considered one of the greatest playwright in English literature. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാർഡ് ഓഫ് എവൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. മിൽട്ടൺ ആണോ, ഷേക്സ്പിയർ ആണോ, ഡിക്കൻസ് ആണോ, ഓസ്റ്റിൻ ആണോ? ഒരു സംശയവും വേണ്ട. ബാർഡ് ഓഫ് എവൻ, അതായത് ബാർഡ് ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്, ഇംഗ്ലണ്ടിൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആരാണ്? ഷേക്സ്പിയർ ആണ്. ഇനി ഒരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ. ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട 4 ട്രാജഡീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 4 ലെറ്റർ പഠിപ്പിച്ചു തരാം. HOLM. ഹോം നാലോയ്ക്ക് HOLM. ഏതൊക്കെയാണ് ഈ HOLM? ഹാംലെറ്റ്, ഓംലെറ്റ്, ഓംലെറ്റ് അല്ല, ഒഥല്ലോ ആണ്. HO. ഓക്കെ, ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ. HOL, ലിയർ ആയി. അതുപോലെ തന്നെ മാക്ബത്ത്. ഓക്കെ, HOLM വരുന്നുണ്ട്. അപ്പൊ ഹോം എന്ന് ആലോചിക്കുക. അതൊക്കെയാണ് ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട ട്രാജഡീസ്. 4 പ്രധാനപ്പെട്ട ട്രാജഡീസ്. ഇനി ഷേക്സ്പിയർ എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട്? 150 എത്രയാ? 7ഓ 4ഓ? കൺഫ്യൂസ് ആവുന്നതാ. 154 സോണറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ അത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ 37 പ്ലേസ്, ഡ്രാമാസ് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് പോർട്ട്ഫോളിയോ, അതായത് എഡിറ്റഡ് പബ്ലിക്കേഷൻ വരുന്നത് 1623-ലാണ്. ഇതിന്റെ രണ്ടാമത്തെ എഡിഷൻ, നമ്മൾ എഡിറ്റഡ് വേർഷൻസ് വരുമല്ലോ, 1623 ഫസ്റ്റ് എഡിഷൻ വന്നു. 1632 ഈ 23 തിരിച്ചിടുക 32, അതെന്ത് വരുന്നുണ്ട്? രണ്ടാമത്തെ എഡിഷൻ വരുന്നുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് എപ്പിക് ഓൾഡ് ഇംഗ്ലീഷ് പോയം, അപ്പൊ എപ്പിക് ആണ്, ഓൾഡ് ഇംഗ്ലീഷ് പോയം ആണ്, ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ ഹീറോ ബിയൂൾഫ്. ബിയൂൾഫ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ബാറ്റിൽസ് പറയുന്ന എപ്പിക് ഓൾഡ് ഇംഗ്ലീഷ് പോയം ഏതാണ്? ഒരു സംശയം വേണ്ട, കാൻറ്റർബറി ടെയിൽസ് അല്ല. കാരണം എന്താണ്? അത് ചോസർ എഴുതിയതാണ് 15-ാം നൂറ്റാണ്ടിൽ. പാരഡൈസ് ലോസ്റ്റ് ആര് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ഡിവൈൻ കോമഡി ഡാൻറ്റെ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇനി എന്താ ബാക്കിയുള്ളത്? ബിയൂൾഫ്. എന്നാൽ ബിയൂൾഫ് ആരാ എഴുതിയിട്ടുള്ളത്? ബിയൂൾഫ് എഴുതിയത് ഒരാളല്ല, അല്ലെങ്കിൽ എഴുതിയ ആളെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കിട്ടിയിട്ടില്ല. ഓതർ അൺനോൺ ആണ്. ഓക്കെ. വിച്ച് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് റോട്ട് ദ പോയം ഓഡ് ടു എ നൈറ്റിംഗേൽ? അത് എഴുതിയത് ആരാണ്? ആൻഡ് ഹിസ് അസോസിയേഷൻ വിത്ത് ലേക്ക് പോയറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത് ആൻഡ് കോളേജ്. അപ്പൊ ഓഡ് ടു നൈറ്റിംഗേൽ എഴുതിയത് ആരാ? അത് ഈസി ആണല്ലേ. ബൈറൺ, കീറ്റ്സ്, വേർഡ്സ്വർത്ത്, ഷെല്ലി. ഇത് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്.
ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ലേക്ക് പോയറ്റ്സ് ആരാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ലേക്ക് പോയറ്റ്സ് ആരൊക്കെയാ? വേർഡ്സ് വർത്ത്, കോളറിഡ്ജസ്. അതെ, നമ്മളുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓക്കെ നമ്മൾ ഇതിനെ കുറിച്ച് ടോപ്പിക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. റൊമാൻറ്റിക് പോയറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷേക്സ്പിയറെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡ്രൈഡൻ ഇമ്പോർട്ടൻ്റ് ആണ്. സമയമുള്ളവർ അതൊന്ന് കയറി കേട്ടാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറി കേൾക്കാം. അതുപോലെ ലിറ്ററേച്ചറിൽ ഒരു 3-4 ടോപ്പിക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹവും കിടപ്പുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതിന്റെ ഉത്തരം കീറ്റ്സ് ആണ്. എന്നാ കീറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കീറ്റ്സ് ഒരേ ഒരു ഡ്രാമ എഴുതിയിട്ടുള്ള, ഒറ്റ ഡ്രാമ എഴുതിയിട്ടുള്ള, അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓഥോ ദ ഗ്രേറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട കീറ്റ്സിന്റെ ഒരേ ഒരു ഡ്രാമ ഏതാ? ഓഥോ ദ ഗ്രേറ്റ് എന്നുള്ളതാണ്. ഹു റോട്ട് ദ നോവൽ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്? അത് നമുക്കറിയുന്നതാണ്. 19ാമത്തെ സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്ന പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എഴുതിയത് ആരാണ്? ജെയിൻ ഓസ്റ്റൻ ആണോ, ഷാർലറ്റ് ബ്രോണ്ടെ ആണോ, ജോർജ് എലിയറ്റ് ആണോ, എമിലി ഡിക്കിൻസൺ ആണോ? ഈ ജോർജ് എലിയറ്റിന്റെ ഒറിജിനൽ പേരെന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മേരി ആൻ ഇവാൻസ് എന്നാണ്. അത് നമ്മളുടെ പഴയ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 3-4 വീഡിയോസ് അതിൽ കിടപ്പുണ്ടായിരിക്കും, കണ്ടു നോക്കാം. അപ്പൊ ഇത് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എഴുതിയിട്ടുള്ളത് ജെയിൻ ഓസ്റ്റൻ ആണ്. ജെയിൻ ഓസ്റ്റന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? എമ്മ നോവലാണ്. പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, പെർസുവേഷൻ നിർബന്ധിക്കുക എന്ന് പറയില്ല, മാൻസ്ഫീൽഡ് പാർക്ക്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, അതുപോലെ നോർത്ത് എഞ്ചർ എബേ. ഇത്രയും പ്രധാനപ്പെട്ട നോവലുകൾ ആരെഴുതിയിട്ടുണ്ട്? നമ്മളുടെ ജെയിൻ ഓസ്റ്റൻ എഴുതിയിട്ടുണ്ട്. വിച്ച് വിക്ടോറിയൻ ഓതർ റോട്ട് ദ നോവൽ ഒലിവർ ട്വിസ്റ്റ്? ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് എഴുതിയിട്ടുള്ളത്? എന്താണത് പറയുന്നത്? സ്ട്രഗിൾസ് ഓഫ് എ യങ് ഓഫൻ. ഓഫൻ അതായത് അച്ഛനും അമ്മയില്ലാത്ത അങ്ങനെയുള്ള ഒരു അനാഥ ബാലനെ പറ്റി പറയുന്ന, ലണ്ടന്റെ കാര്യങ്ങൾ പറയുന്ന ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? ഏത് വിക്ടോറിയൻ ഓതർ എന്നാണ് ചോദിക്കുന്നത്. ഡിക്കൻസ് ആണോ, ഹാർഡി ആണോ, എലിയറ്റ് ആണോ, ബ്രോണ്ടെ ആണോ? ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 2 ഉത്തരം വെട്ടിക്കളയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു സംശയം വരും, ഡിക്കൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ഡിക്കൻസ് എഴുതിയിട്ടുള്ള നോവലാണ് ആക്ച്വലി ഡിക്കൻസ് എഴുതിയിട്ടുള്ള നോവലാണ് നമ്മൾ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി അദ്ദേഹത്തിന്റെ വേറെ ഒരു നോവലിന്റെ പേരാണ് ബ്ലീക്ക് ഹൗസ് എന്ന് പറയുന്നത്. ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഒലിവർ ട്വിസ്റ്റ് ഏതാണ്, ആരാണ്. അതുപോലെ ഇതിന്റെ വേറെ ഒരു ലൈക്ക് നോവൽ ഏതാണ്? അദ്ദേഹത്തിന്റെ ബ്ലീക്ക് ഹൗസ് ആണ് ഡിക്കൻസിന്റെ വേറെ ഒരു ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു നോവൽ. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദ മോഡേൺ പ്രൊമിത്യൂസ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചേക്കാം, ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിന്റെ സബ് ടൈറ്റിൽ എന്താണ്? അത് ദ മോഡേൺ പ്രൊമിത്യൂസ് എന്ന് പറയുന്നതാണ്. ഫ്രാങ്കൻസ്റ്റൈന്റെ അടുത്ത പേര് അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ആയിട്ട് വരുന്നത് ദ മോഡേൺ പ്രൊമിത്യൂസ് എന്ന് പറയുന്നതാണ്. അത് ആക്ച്വലി വരുന്നത് ഒരു ഗോത്തിക് നോവലാണ്. ഗോത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാക്കുള പോലെ ഗോത്തിക് എലമെന്റ്സ് വരുന്നതാണ്, അല്ലാതെ ഒരു പ്രേതം വരുന്നതല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എഴുതിയത് ആരെന്നാണ് ചോദിക്കുന്നത്. മേരി ഷെല്ലി ആണോ, ബ്രാം സ്റ്റോക്കർ ആണോ, എഡ്ഗർ അലൻ പോ ആണോ, ഓസ്കാർ വൈൽഡ് ആണോ? ഇതിൽ ആരാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത്? അതിന്റെ സബ് ടൈറ്റിൽ എന്താ? ദ മോഡേൺ പ്രൊമിത്യൂസ് എന്ന് പറയുന്നതാണ്. മേരി ഷെല്ലി ആണ് ഫ്രാങ്കൻസ്റ്റൈൻ എഴുതിയിട്ടുള്ളത്. ഇനി മേരി ഷെല്ലിയുടെ വേറെ ഒരു നോവലിന്റെ പേരാണ് ഫോക്നർ എന്ന് പറയുന്നത്. അടുത്തത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എന്ന് പറയുന്ന കോമിക് പ്ലേ എഴുതിയത് ആരാണ്? അദ്ദേഹത്തിന്റെ വിറ്റും സറ്റൈവർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, ഏണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏണായിട്ട് നിൽക്കുക, ഏണസ്റ്റ് ആയിട്ട് നിൽക്കുക. അത് എഴുതിയത് ആരാന്ന് ചോദിക്കുന്നത്. ഓസ്കാർ വൈൽഡ് ആണോ, ജോർജ് ബെർണാഡ് ഷോ ആണോ, സാമുവൽ ബെക്കറ്റ് ആണോ, വില്യം കോൺഗ്രീവ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ ആരാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എഴുതിയിട്ടുള്ളത്? സംശയമൊന്നും വേണ്ട, ഓസ്കാർ വൈൽഡ് ആണ്. ഓക്കെ, ഓസ്കാർ വൈൽഡ് ആക്ച്വലി ഒരു ഗേ ആണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു റൈറ്ററിന്റെ ഒപ്പമൊക്കെ അദ്ദേഹം ലിങ് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ജയിലിലടച്ചു എന്നൊക്കെ കഥകളുണ്ട്. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു കാലത്ത്. അപ്പോൾ അദ്ദേഹം ഓസ്കാർ വൈൽഡ് എഴുതിയ വേറെ ഒരു നോവലിന്റെ പേരാണ് ദി പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇത് ആരാണ് എഴുതിയത് എന്നുള്ളത്. അടുത്തത് ഈ ഒരു ലേഡീനെ കുറിച്ചാണ് നമ്മളുടെ ചോദ്യം. ഇതാരാണ്? ഇവരാണ് ഉത്തരം. അപ്പോൾ ഇവരുടെ ഫോട്ടോ തന്നു, പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹൗ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളത്, ഹൗ എന്നുള്ളത് ഞാൻ എഴുതാൻ വിട്ടുപോയി, സോറി. ഹൗ ടു കിൽ എ അല്ലെങ്കിൽ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്നത് റേസിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അത് ആരാണ് എഴുതിയത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് അമേരിക്കനെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എങ്ങനെയാണ് ഒരു കറുത്ത വർഗ്ഗക്കാർ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്ന
ഒരു നോവലാണ്. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്നത് ആരെഴുതിയ പുസ്തകമാണ് എന്നാണ് ചോദിക്കുന്നത്. ഹാർപ്പർ ലീ ആണോ, സാലിഞ്ചർ ആണോ, ഹെമിംഗ്വേ ആണോ, ഫിറ്റ്സെറാൾഡ് ആണോ? ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏതൊക്കെയാണ് പുരുഷന്മാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സ്ത്രീയുടെ പേരെടുത്ത് മാറ്റിയാൽ മതി. രണ്ട് പുരുഷന്മാരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, രണ്ട് സ്ത്രീകളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളും ചിലപ്പോൾ അതിലുണ്ടായിരിക്കും. അതിൽ ബാക്കി ആര് എന്ന് ആലോചിച്ചാൽ മതി. ഹാർപ്പർ ലീ ആണ് ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. ഇനി ഏറ്റവും ഫേമസ് ആണ്, ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഈ പുസ്തകം നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. ദ ലോർഡ് ഓഫ് ദ റിങ്സ് അല്ലെങ്കിൽ ദ ഹോബിറ്റ് എന്ന് പറയുന്ന ഫാന്റസി എപ്പിക് സീരീസ് എഴുതിയത് ആരാ? JRR ടോൾക്കിൻസ് ആണോ, CS ലൂയിസ് ആണോ, JK റോളിംഗ് ആണോ, ഫിലിപ്പ് പുൾമാൻ ആണോ? JRR ടോൾക്കിൻസ് ആണ് ദ ലോർഡ് ഓഫ് ദ റിങ്സും അതുപോലെ ഹോബിറ്റ് എന്ന് പറയുന്ന ഫാന്റസി സീരീസ് എഴുതിയിട്ടുള്ളത്. ഇനി ജെയിൻ എയർ എഴുതിയത് ആരാണ്? ജെയിനർ, എ കോമിക് ഓഫ് സ്റ്റോറി, കോമിക് ഏജ് സ്റ്റോറി, യങ് ഓർഫണെ പറ്റിയിട്ടുള്ളതാണ്. ജെയിൻ അയർ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഷാർലറ്റ് ബ്രോണ്ടെ ആണോ, എമിലി ബ്രോണ്ടെ ആണോ, ആൻ ബ്രോണ്ടെ ആണോ, മേരി ഷെല്ലി ആണോ? മേരി ഷെല്ലിയുടെ ഒരു നോവൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ മോഡേൺ പ്രൊമത്യൂസ് എന്ന് പറയുന്ന പേരുള്ളത്. അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടെ ആണ് ജെയിൻ എയർ എഴുതിയിട്ടുള്ളത്. ഇനി ഷാർലറ്റ് ബ്രോണ്ടെയുടെ വേറെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ പ്രൊഫസർ. പ്രൊഫസർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളതാണ്. ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ ഇദ്ദേഹത്തിനെ കുറിച്ചും കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. അപ്പോൾ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ സോങ്സ് ഓഫ് ഇന്നസെൻസും എക്സ്പീരിയൻസും അതുപോലെ ദ ടൈഗർ ലാമ്പ് അതൊക്കെ എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട പോയറ്റ് ആരാണെന്ന് ചോദിക്കുന്നത്. കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, ബ്ലെയ്ക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലെയ്ക്ക് ആണ് ഇതിന്റെ പോയറ്റ്. ഓക്കെ, അടുത്തത്. ഇനി ഒരു ഷേക്സ്പീരിയൻ കോമഡിയിൽ ട്വിൻസ് ആയിട്ടുള്ള വയോളയും സെബാസ്റ്റ്യനും കുറെ ഹ്യൂമറസ് കൺഫ്യൂഷൻസും ഐഡന്റിറ്റിയും ആയിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു ഡ്രാമ നമ്മൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്, കോമിക് ആയിട്ടുള്ളത്. വയോളയും സെബാസ്റ്റ്യനും ഉള്ളത് അത് ഏത് ഡ്രാമയാണെന്ന് ചോദിക്കുന്നത്. എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ആണോ, ട്വൽത്ത് നൈറ്റ് ആണോ, മച്ച് എഡോ അബൌട്ട് നത്തിങ് ആണോ, ദ ടൈമിംഗ് ഓഫ് ദ ഷ്രീവ് ആണോ? റൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം എന്തായാലും വെട്ടിക്കളയാൻ പറ്റും. ദ ടൈമിംഗ് ഓഫ് ദ ഷ്രീവ്. ദ ടൈമിംഗ് ഓഫ് ദ ഷ്രീവ് ആരാണ് എഴുതിയത് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഷേക്സ്പിയറിന്റെ അതേ കാലത്തുണ്ടായിരുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. ദാറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിലേക്ക് വരാം. ട്വൽത്ത് നൈറ്റ് ആണ് ഷേക്സ്പീരിയൻ കോമഡിയിൽ വയോളയും സെബാസ്റ്റ്യനും എന്ന് പറയുന്ന ട്വിൻസ് കാണിക്കുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ കോമഡീസ് പറയുന്നത്. അടുത്തത് എലിസബത്ത് ബെന്നറ്റ് അതുപോലെ മിസ്റ്റർ ഡാസി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുന്ന നോവല്, അതിന്റെ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജ്ഡ് ദാറ്റ് എ സിംഗിൾ മാൻ ഇൻ പൊസഷൻ ഓഫ് എ ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വാണ്ട് ഓഫ് എ വൈഫ്. നല്ല പൈസക്കാരനായ ഒരു പുരുഷൻ എപ്പോഴും എന്താണ് ആഗ്രഹം ഉണ്ടാവുക? ഒരു വൈഫിനെ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എലിസബത്ത് ബെന്നറ്റും മിസ്റ്റർ ഡാർസിയെയും ക്യാരക്ടേഴ്സ് ആക്കി വന്നിട്ടുള്ള നോവൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. പ്രൈഡ് ആൻഡ് പ്രജുഡിസ് ആണോ, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണോ, മാൻസ്ഫീൽഡ് പാർക്ക് ആണോ, എം.എ. ആണോ? പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ജെയിൻ ഓസ്റ്റൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ജെയിൻ ഓസ്റ്റന്റെ നേരത്തെ നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഹക്കിൾബറി ഫിന്നിനെ കേന്ദ്ര കഥാപാത്രമാക്കി മിസിസിപ്പി റിവറിന്റെ അടുത്ത് കൂടെ അതുപോലെ സ്ലേവ് ജിം എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഹക്കിൾബറി ഫിന്നിനെ പ്രധാന ക്യാരക്ടറാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള നോവൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹക്കിൾബറി ഫിന്നിന്റെ. ഓക്കെ, അത് ആരെഴുതിയതാണ് എന്നും കൂടെ നമുക്ക് അറിയണം. അത് ഏത് നോവലിലാണ് വരുന്നത്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആണോ, മോബി ഡിക്ക് ആണോ, ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബേ ആണോ, ദ ക്യാച്ചർ ഇൻ ദ റേ ആണോ? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആണ്. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? മാർക്ക് ട്വെയിൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇനി മാർക്ക് ട്വെയിൻ്റെ അതേപോലെ രസകരമായിട്ടുള്ളൊരു നോവലാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ ആൾ എഴുതിയിട്ടുള്ളതാണ്. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിന്നും. നിങ്ങൾ 8-9 പഠിച്ചതായിരിക്കും. ഇതിന്റെ ചെറിയ ചെറിയ എക്സപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഫോട്ടോയിൽ തന്നിട്ടുള്ള ഒരാളെ കുറിച്ചാണ് അടുത്ത ഒരു ചോദ്യം. ഇത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ദിസ് റൊമാൻറ്റിക് പോയറ്റ് റോട്ട് ദ ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്. ഇത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈൻസ് കമ്പോസ്ഡ് ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റൻ അബെ. ടിൻറ്റൻ അബെ എന്ന് പറയുന്ന വാക്ക് ഇവിടെ കണ്ടാലും ഏത് ഓപ്ഷൻ ആയിട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, ബയർൺ ആണോ, ഷെല്ലി ആണോ?
ഇച്ചിരി ടിൻടൺ അബേ എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലമെന്റ്സ് ഉള്ളത്. അത് എഴുതിയത് വേർഡ്സ് വർത്താണ്. 18th സെഞ്ചുറിയിലെ റൊമാൻറ്റിക് പോയറ്റ്സിലെ ഏറ്റവും മികച്ചതായി കാണുന്ന, അല്ലെങ്കിൽ ലിറിക്കൽ ബെല്ലാഡ് കോളറിജിന്റെ ഒപ്പം എഴുതി 1798 പബ്ലിഷ് ചെയ്തിട്ടുള്ള വേർഡ്സ് വർത്താണ് അതിലെ പ്രധാനി. ഓക്കെ. ഇനി വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. Who wrote the novel Wuthering Heights, A Dark and Compassionate Tale? അത് ആരാണ് എഴുതിയിട്ടുള്ളത്? ഇനി അതിന്റെ ഉത്തരം എമിലി ബ്രോണ്ടെ ആണോ, ഷാർലറ്റ് ബ്രോണ്ടെ ആണോ, ജെയിൻ ഓസ്റ്റൻ ആണോ, അല്ലെങ്കിൽ ജോർജ് എലിയറ്റ് ആണോ? എമിലി ബ്രോണ്ടെ ആണ്. എന്താണ് എമിലി ബ്രോണ്ടയുടെ പ്രത്യേകത? എമിലി ബ്രോണ്ടെ ആക്ച്വലി ഒറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ. ആ നോവലിന്റെ പേരാണ് എന്ത്? വൂത്തറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻ വിച്ച് ഷേക്സ്പീരിയൻ പ്ലേ ഡു വി ഫൈൻഡ് ദ ക്യാരക്ടർ ലേഡി മാക്ബത്ത്? അത് ഏത് ക്യാരക്ടറിൽ എവിടെ കാണുന്നതാണ്? ഹാംലെറ്റ്, മാക്ബത്ത്, കിങ് ലിയർ, ജൂലിയസ് സീസർ. എളുപ്പമല്ലേ? മാക്ബത്തിലാണ് കാണപ്പെടുന്നത് ലേഡി മാക്ബത്തിനെ. ഓക്കെ. അതിലൊരു ഡാഗർ സീൻ ഉണ്ട്, നിങ്ങളോട് ചോദിച്ചു എന്ന് പറയാം. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് ആണ്. വിച്ച് അമേരിക്കൻ പോയറ്റ് ഈസ് നോൺ ഫോർ ഹെർ റിക്ലൂസീവ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെർ പോയംസ് എക്സ്പ്ലോറിംഗ് തീംസ് ഓഫ് നേച്ചർ, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി? അമേരിക്കൻ പോയറ്റ് ആണ്, ഡെത്തിനെ പറ്റി എഴുതിയ ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരായിരിക്കാം? എമിലി ഡിക്കിൻസൺ ആണോ, റോബർട്ട് ഫ്രോസ്റ്റ് ആണോ, വാൾട്ട് വിറ്റ്മൻ ആണോ, എഡ്ഗർ ആലൻ പോ ആണോ? നിങ്ങൾക്ക് ഇതിൽ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ളത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മാത്രം ആലോചിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ആരാണ്? എമിലി ഡിക്കിൻസൺ ആണ്. അതാണ് ലേഡി ആയിട്ടുള്ളത്. റൈറ്റ്. ഇനി എമിലി ഡിക്കൻസിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പോയമാണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഭയങ്കര ഫിലോസഫി പറയുന്ന ഡെത്തിനെ കുറിച്ചിട്ടുള്ളൊരു പോയമാണിത്. ഓക്കെ. വിച്ച് റൊമാൻറ്റിക് പോയറ്റ് റോട്ട് ദ പോയംസ് ഓ ടു എ സ്കൈലാർക്ക് ആൻഡ് ഓ ടു ദ വെസ്റ്റ് വിൻഡ്? നമ്മൾ കുറേയധികം കഴിഞ്ഞ വീഡിയോസിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഷെല്ലി ആണോ, കീറ്റ്സ് ആണോ, ബയറൺ ആണോ, വേർഡ്സ് വർത്ത് ആണോ? സ്കൈലാർക്കിന് എഴുതണമെങ്കിൽ സ്കൈലാർക്ക് മുകളിൽ കൂടെ പറക്കുന്നതാണ്. അത് ഒരു ചെള്ളി മാത്രമേ എഴുതുകയുള്ളൂ. അങ്ങനെ പഠിച്ചു വെക്കാൻ കളിയാക്കിയിട്ട്. പക്ഷേ സ്കൈലാർക്കിനെ ആരാ എഴുതിയിട്ടുള്ള? ഷെല്ലിയാണ് എഴുതിയിട്ടുള്ളത്. ഷെല്ലിയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഒസിമാൻഡിയാസ് എന്ന് പറയുന്നത്. ഒസിമാൻഡിയാസ്. ഓക്കെ. ഒസിമാൻഡിയാസ് ആരുടെയാ? ഓട്ട് ദ വെസ്റ്റ് വിൻഡ് ആരുടെയാ? ഓട്ട് സ്കൈലാർക്ക് എല്ലാം എഴുതിയത് ഷെല്ലിയാണ്. ഇനി ഹു ഇസ് ദ ഓഥർ ഓഫ് ദ സറ്റാറിക്കൽ നോവൽ ഗള്ളിവേഴ്സ് ട്രാവൽ, വേർ ദ പ്രോട്ടഗോണിസ്റ്റ് ലേമർ ഗള്ളിവർ വോയേജസ് ടു വേരിയസ് സ്ട്രെയിൻഡ് ഐലൻഡ്? നമ്മുടെ പഴയ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഗളിവേഴ്സ് ട്രാവൽ, കുറെ മനുഷ്യരുടെ അടുത്തേക്ക് ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള മനുഷ്യൻ പോകുന്നതാണ് എന്ത്? ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്നത്. അതിന്റെ ഓത്തർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ജോനതൻ സ്വിഫ്റ്റ് ആണോ, അലക്സാണ്ടർ പോപ്പ് ആണോ, സാമുവൽ ജോൺസൺ ആണോ, ഡാനിയൽ ഡിഫോ ആണോ? നമ്മൾ ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ജോൺ ഡ്രൈഡിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഡ്രൈഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറി നോക്കാം. അതുപോലെ പിന്നെ ഗള്ളിവേഴ്സ് ട്രാവൽ എഴുതിയത് ആരാണ്? ജനതൻ സ്വിഫ്റ്റ് ആണ്. ഓക്കെ. സ്വിഫ്റ്റ് ട്രാവൽ സ്വിഫ്റ്റ് ആയിട്ട് പോകണമെന്ന് ആലോചിച്ചാൽ മതി, സ്പീഡിൽ പോകണം. ഇനി അദ്ദേഹത്തിന്റെ വേറെ പ്രശസ്തമായ ഡയറക്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എ ടെയിൽ ഓഫ് എ ടബ് എന്ന് പറയുന്നത് ആരെഴുതിയതാണ്? അത് എഴുതിയത് സ്വിഫ്റ്റ് ആണ്. ഓക്കെ. ഇൻ വിച്ച് ഷേക്സ്പീരിയൻ പ്ലേ ഡസ് ദ ക്യാരക്ടർ ഹാംലെറ്റ് grapple with existential question and seek revenge for his father's death? എളുപ്പമുള്ള ചോദ്യം. ഹാംലെറ്റ്, മാക്ബത്ത്, ഒഥല്ലോ, റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഹാംലെറ്റ് ആണ് നമ്മളുടെ ഹാംലെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാജഡീസിൽ ഒന്ന്. ഓക്കെ. വിച്ച് 20th സെഞ്ചുറി അമേരിക്കൻ ഓതർ ഈസ് നോൺ ഫോർ ദ നോവൽ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി? ഓക്കെ. അതാണ് ആരാണ്? സ്കോട്ട് ഫിറ്റ്ജെറാൾഡ് ആണോ, ഹെമിംഗ്വേ ആണോ, സ്റ്റെയിൻബാക്ക് ആണോ, വില്യം ഫോക്നർ ആണോ? നമ്മളുടെ ഫിറ്റ്ജെറാൾഡ് ആണ് ദ ഗ്രേറ്റ് ഗാറ്റ് ബൈ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വേറെ ഒരു വാക്കിന്റെ പേരാണ് ദ ടെൻഡർ ഈസ് ദ നൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ ഇഷ്ടമുള്ളതാണ്. ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രിഫ്രാക്ക്. ഇത് ആരാണ് എഴുതിയതെന്നാണ് ചോദിക്കുന്നത്. Let us go, you and I, when the evening is spread out against the sky like a patient teeth raised upon a table എന്നൊക്കെ പറയുന്ന ഈ സോങ്, ഈ ഒരു പോയം എഴുതിയ അതേ ആളാണ് ദ വേസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്ന 20th സെഞ്ചുറിയിലെ ഏറ്റവും പ്രശസ്തമായ കവിതയും കൂടെ എഴുതിയിട്ടുള്ളത്. വേസ്റ്റ് ഐലൻഡും ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രിഫ്രാക്കും എഴുതിയത് ഒരാളാണ്. ആരാണ് അയാൾ? ടി എസ് എലിയറ്റ് ആണോ, ഓഡൻ ആണോ, എസ്ര പൗണ്ട് ആണോ, ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആണോ? ടി എസ് എലിയറ്റ് ആണ് നമ്മളുടെ വേസ്റ്റ് ലാൻഡും ആൽഫ്രഡ് പ്രിഫ്രാക്കും എഴുതിയിട്ടുള്ളത്. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ഗോത്തിക് നോവൽ ഡ്രാക്കുള? ഡ്രാക്കുള എഴുതിയ ഇതാരാ? ബ്രാം സ്റ്റോക്കർ ആണോ, മേരി ഷെല്ലി ആണോ, എഡ്ഗർ അലൻ പോ ആണോ, ഓസ്കാർ വൈൽഡ് ആണോ? സംശയമൊന്നും വേണ്ട, ബ്രാം സ്റ്റോക്കർ ആണ്.
ഡ്രാക്കുളയെ പറ്റി 2013 ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി കാണുക. വിച്ച് ബ്രിട്ടീഷ് നോവലിസ്റ്റ് ഈസ് നോൺ ഫോർ ദ വർക്ക്സ് ലൈക്ക് 1984? ബെസ്റ്റ് വർക്കാണ്, വായിച്ചേക്കുക. ആനിമൽ ഫാം ബെസ്റ്റ് വർക്കാണ്, വായിച്ചേക്കുക. ഇത് രണ്ടും എഴുതിയത് ഒരാൾ തന്നെയാണ്. എന്തിനാ എഴുതിയിരിക്കുന്നത്? ടോട്ടാലിറ്റേറിയനിസം ആൻഡ് ഡിസ്റ്റോപ്പിയ. ഒരു ഒരു ഒരാള് ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു ഡെമോക്രസിക്ക് പകരം ഒരു രാജാവ് ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും, മൃഗങ്ങൾ ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന ഈ നോവൽ എഴുതിയത് ജോർജ് ഓർവെൽ ആണോ, ഹക്സ്ലി ആണോ, ബ്രാഡ്ബറി ആണോ, മാർഗരറ്റ് അഡ്വുഡ് ആണോ? ആരാണ് എഴുതിയിരിക്കുന്നത്? ജോർജ് ഓർവെൽ ആണ്. 1984 ആനിമൽ ഫോം എഴുതിയത് ജോർജ് ഓർവെൽ ആണ്. ഇനി 1984 പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത്. ആനിമൽ ഫാമിൽ പറയുന്നതാണ് 2 legs ആർ ബെറ്റർ ദാൻ 4 legs, അങ്ങനെ എന്തോ ആണ് പറയുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. റൈറ്റ്, സോറി, 4 legs ആർ ബെറ്റർ ദാൻ 2 legs. ഓക്കെ, അപ്പൊ മൃഗങ്ങളല്ലേ പറയുന്നത്. അപ്പൊ മൃഗങ്ങൾ പറയുന്നു 4 കാലുള്ളവയാണ് 2 കാലുള്ളതിനേക്കാൾ നല്ലത്. ഇൻ വിച്ച് പ്ലേ ഡു വി ഫൈൻഡ് ദ ക്യാരക്ടേഴ്സ് റോസ്ക്രാൻസ് ആൻഡ് ഗിൽഡ്സ്റ്റേൺ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഓഫ് ട്രാജിക് പ്രിൻസ് ഓഫ് ഡെൻമാർക്ക്? ഡെൻമാർക്കിലെ രാജകുമാരനായിട്ടുള്ള ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ, റോസൻ ക്രാൻസിനെയും ഗോൾഡൻ സ്റ്റേണിനെയും ഏത് വർക്കിലാണ് നമുക്ക് കാണാൻ പറ്റുക? ഹാംലെറ്റ് ആണോ, മാക്ബത്ത് ആണോ, ഒഥല്ലോ ആണോ, റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏതിലാണ് കാണാൻ പറ്റുക? ഹാംലെറ്റിലാണ് കാണാൻ പറ്റുക. ഒരു കാര്യം ആലോചിക്കുക, ഹാംലെറ്റ് അപ്പൊ ഏത് രാജ്യത്തെ രാജകുമാരനാണ്? പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ആണ്. അപ്പൊ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ എന്തായാലും പാസ്സാവാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. വി വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താല്പര്യമുള്ളവർക്ക് ഇനിയുള്ള സെറ്റിന്റെ ക്വസ്റ്റ്യൻസിലേക്കും വരാൻ ക്ഷണിക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ വരാം. നമ്മൾ എന്തായാലും ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു പരീക്ഷ, നല്ലൊരു കാലം ആശംസിക്കുന്നു. താങ്ക് യു.